ഒരനക്കവും ഇല്ല. എന്താ സിദ്ധി മോളെ വരണ്ടേക്കാണ് പറ. നല്ല ടെൻഷനുണ്ട്. ആ അത് ഈ പാട്ട് എനിക്ക് പണ്ട് തൊട്ടേ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഒരു കോഴ്സ് ഇതായിട്ട് കുറേ നാൾ ഞാൻ ഡാൻസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ടൈമിങ്ങിൽ ഇവർക്കായിട്ട് ഈ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പം കിട്ടിയപ്പോൾ പേടി. സ്റ്റെപ്പ് ഇട്ടു, പക്ഷേ എനിക്ക് ഒരു നല്ല ഒന്ന് ക്യാമറയുടെ, പിന്നെ ഇതുവരെ ചെയ്തിട്ടില്ലാത്തതിൻ്റെ, അങ്ങനെ എല്ലാം മൊത്തത്തിൽ ടെൻഷനായിട്ട്. ഓക്കെ. ആ അത് ഇപ്പൊ പുതിയ കൊറിയോഗ്രാഫി ആയിട്ട് ചെയ്തേക്കുവാണ്. ഓക്കെ. എങ്ങനെയുണ്ട് ശ്രീലക്ഷ്മി മോളെ? സിദ്ധി പറഞ്ഞ കണക്ക് തന്നെ ചേച്ചി, നോർമലി നമുക്ക് ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുമ്പോൾ കുറച്ച് ടെൻഷൻ കൂടുതലാണ്. ഇതിൽ എന്താണെന്നറിയില്ല, അതൊന്നും കൂടുതലായി ഒരു ലേശം ഇതിന് ടെൻഷൻ കൂടാൻ സാധ്യതയുണ്ട്. അതേപോലെ സ്റ്റെപ്പ് എല്ലാം ഓക്കെയാണ്, പക്ഷെ എങ്കിലും തെറ്റോ അത് കഴിഞ്ഞിട്ട് ഇത് പറയൂ, ഇത് കഴിഞ്ഞിട്ട് അത് പറയൂ എന്നതിന് ഭയങ്കര ടെൻഷൻ. പറയുമോ ചെയ്യൂ, പറയുന്നതിലേ പോയി മൊത്തം പോയി ഇങ്ങനെ മൊത്തത്തിൽ നല്ല ടെൻഷൻ. അത് പ്രാക്ടീസ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി നല്ല ടെൻഷനാണ്. ഓക്കെ. എന്താ ഉണ്ട് ജനമോളെ? ടെൻഷനുണ്ട്. അത് ഭാരത നടനം ബേസ് ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് വരുമ്പോഴത്തേക്കും ആ ടെൻഷൻ കുറച്ചുള്ളെങ്കിൽ അത് ഇങ്ങനെ കൂടും. എന്ന് വെച്ചാൽ ആ താണ്ഡവ രീതിയും ചടുലമായ അടവും അത് ആ താളത്തിൽ ഇങ്ങനെ കറക്റ്റ് കിട്ടണ്ട്. അപ്പൊ അതിന്റേതായ അത്രയും സ്പീഡിന് ഈ കാല് ഉയർത്തുക, മറ്റേ നല്ല പവർ ക്യാമറ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു വിങ്ങല. ഒറ്റ ഷോട്ടിലാണ് നമുക്കൊന്നും ചെയ്യാനൊക്കെ, തെറ്റിയില്ല. അതിന്റെ ഒരു ശരി. എങ്ങനെയുണ്ട് മീനാക്ഷി മോളെ? മീനാക്ഷി മോളെ ബോധം കിട്ടി നിൽക്കുകയാണ് കേട്ടോ. കഴിക്കും വെള്ളം കൊടുക്കാം. നല്ല പേടിയുണ്ട് ചേച്ചി. പ്രാക്ടീസ് ഒരുപാട് ചെയ്ത്, പക്ഷേ പെട്ടെന്ന് മറന്നു. 45 മിനിറ്റിലെ പ്രാക്ടീസും കൊറിയോഗ്രാഫി ഒന്നും വലിയ ഒരുപാടൊന്നും അല്ല. പക്ഷെ പെട്ടെന്ന് മരിക്കും. ഇപ്പോഴേ അത് തന്നെ മറന്നുപോയി. പെട്ടെന്ന് മറന്നു പോണ്. നല്ല ടെൻഷൻ. ഡാൻസ് മൈക്കൂടെ വെച്ച് അവള് കളിക്കുവാണ് കേട്ടോ. മൈക്ക് പിന്നെ ഈ ഡാൻസ് ചേച്ചി മുൻപ് എടുത്തിട്ടുണ്ട്. അപ്പം അതിന്റെ സ്റ്റെപ്പ് ഇടയ്ക്ക് കയറി വരുന്നത്, ഇത് അതുകൂടെ ആകുമ്പോ മൊത്തത്തിൽ കൺഫ്യൂഷൻ. നല്ല പേടിയുണ്ട്. എന്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം ഇച്ചിരി പേടിയുണ്ട്. ഇങ്ങനെ തുടങ്ങിയ മുതൽ ഇങ്ങനെ നിൽക്കുക. ഓക്കെ ശരി. ഇനി അഭിരാമി മോള് പറ, എങ്ങനെയുണ്ട്? അത് ചേച്ചി ഇന്നലെ പ്രാക്ടീസ് ചെയ്തപ്പോഴത്തേക്കും കാല് ജസ്റ്റ് ഒന്ന് ഉളിക്കായിരുന്നു. അപ്പൊ അതിന്റെ വയ്യായികയുണ്ട്. അപ്പം സൈഡിലോട്ട് കാല് വെച്ച് ഇരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പം അത് ഇച്ചിരി നല്ല വേദന വരുന്നുണ്ട് അതിരിക്കും. ആ ഒരു ഉളുക്ക് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് മോളിച്ചിരി പ്രാക്ടീസ് ചെയ്തപ്പോ ഇങ്ങനെ കാല് നീട്ടി വെക്കുന്ന സ്റ്റെപ്സും കണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കുക. കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഇല്ലേ, ഇപ്പൊ ടെൻഷൻ ആണെങ്കിലും ശരി, വയ്യായിക ആണെങ്കിലും ഈ ഒരു ഫീൽഡിൽ നമ്മളെല്ലാം നേരിട്ട് തന്നെ പോകേണ്ടി വരും അല്ലേ. എങ്ങനെയുണ്ട് അനാമിക മോളെ? അനാമിക മോളെ ചുമയായിട്ടിരിക്കുക.